ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ സദ്യ ഉണ്ടാക്കിയ കഥ അറിയാമോ? പണ്ടൊരിക്കൽ മല്ലിശ്ശേരി നമ്പൂതിരി ഗുരുവായൂരിൽ ഒരു വിരുന്ന് നടത്താൻ തീരുമാനിച്ചു. അതിനായി 100 പറ അരി കൊണ്ട് നിവേദ്യം തയ്യാറാക്കണമായിരുന്നു. എന്നാൽ ഈ മഹത്തായ പരിപാടിക്ക് സദ്യ ഒരുക്കേണ്ട 2 പേരിൽ ഒരാളായ കീഴ്ശാന്തി ഗുരുതരമായ രോഗം ബാധിച്ച് അവധിയിലായി. എന്നാൽ നിവേദ്യം താൻ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിച്ച് മല്ലിശ്ശേരി നമ്പൂതിരിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി മുഴുവൻ അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ മല്ലിശ്ശേരി നമ്പൂതിരി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഞെട്ടിപ്പോയി. കിടപ്പിലായിരുന്ന കീഴ്ശാന്തി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നിരിക്കുന്നു. മാത്രമല്ല ഭക്ഷണമെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. മല്ലിശ്ശേരി നമ്പൂതിരിക്ക് സന്തോഷമായി. കീഴ്ശാന്തി ഉടനെ വരാമെന്നും പറഞ്ഞ് തീർത്ഥക്കുളത്തിൽ കുളിക്കാൻ പോയി. പക്ഷേ കുറേ സമയം കഴിഞ്ഞു, കീഴ്ശാന്തി തിരിച്ചു വന്നില്ല. നമ്പൂതിരി കീഴ്ശാന്തിയെ കാത്തിരുന്നു. എന്താ കാര്യമെന്ന് അന്വേഷിക്കാൻ വേണ്ടി മല്ലിശ്ശേരി നമ്പൂതിരി പിറ്റേന്ന് ഒരാളെ കീഴ്ശാന്തിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. വിവരം അറിഞ്ഞപ്പോൾ മല്ലിശ്ശേരി നമ്പൂതിരി ഞെട്ടിപ്പോയി. ആ കീഴ്ശാന്തി കിടപ്പിൽ തന്നെയാണ്. അവധി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നില്ല. അപ്പോൾ നമ്പൂതിരിക്ക് മനസ്സിലായി, നിവേദ്യം പൂർത്തിയാക്കാൻ വേണ്ടി തന്നെ സഹായിക്കാൻ വന്ന ആള് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നെന്ന്. എല്ലാം ഭഗവാന്റെ ലീലകൾ.